അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ രേണുസുധിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവരും കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിൽ കൂടി ഞാനിവിടെ ഒരു സ്റ്റോറി കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റോറി വേറെ ആരുടെ അല്ല, നമ്മുടെ കിച്ചുവിൻ്റെ ആയിരുന്നു. ആക്ച്വലി ഇന്നലെ സുധിച്ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് അവർ കേക്ക് മുറിച്ച് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയും ഇതിൻ്റെ കൂട്ടത്തിൽ ആൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു നമ്മുടെ സുധിച്ചേട്ടൻ്റെ. പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരാളുണ്ട്, അതായത് നമ്മുടെ സുധിച്ചേട്ടാ എന്ന് എപ്പോഴും വാ തുറക്കുമ്പോൾ മുതൽ രാവിലെ ഉണരുമ്പോൾ മുതൽ ഉറക്കത്തിൽ വരെ സുധിച്ചേട്ടനോട് സംസാരിക്കുന്ന, സുധിച്ചേട്ടനെ സ്വപ്നം കാണുന്ന, സുധിച്ചേട്ടൻ്റെ 2 മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന, സുധിച്ചേട്ടൻ്റെ ലീഗലി ഭാര്യയായിട്ടുള്ള നമ്മുടെ രേണുവിന് ഇതൊന്നും ഓർമ്മയില്ല. രേണുവിന് സുധിച്ചേട്ടൻ മരിച്ച ദിവസം ഓർമ്മയില്ല, ജനിച്ച ദിവസം ഓർമ്മയില്ല. ഇതൊന്നും ഓർമ്മയില്ലെങ്കിൽ പോലും സുധിച്ചേട്ടൻ്റെ ഭാര്യയാണ് ഞാൻ, സുധിച്ചേട്ടൻ എൻ്റെ എല്ലാമാണ്, അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ 2 മക്കളുടെ അമ്മയാണ് ഞാൻ എന്നൊക്കെ 24 മണിക്കൂറും പറയുമെങ്കിലും സുധിച്ചേട്ടൻ്റെ കാര്യങ്ങളൊന്നും പുള്ളിക്കാർക്ക് ഓർമ്മയില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ആക്ച്വലി നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുടെ ബർത്ത്ഡേ ആയിരിക്കും നമ്മുടെ സ്വന്തം ബർത്ത്ഡേ അല്ലാതെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മീൻസ് നമ്മളായിരിക്കും ആദ്യം അത് നമ്മളായിരിക്കും ആദ്യം അത് ഏറ്റവും കൂടുതൽ. ഇപ്പം നമ്മുടെ മരിച്ചുപോയൊരു ആളുടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം അവർ എന്താ ഗൈസ് കിട്ടുന്നില്ലല്ലോ ഗൈസ്, അങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മുടെ രേണു ചേച്ചിക്ക് ഇതൊന്നും ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ബർത്ത്ഡേക്ക് രേണു ചേച്ചി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്കൊന്ന് കാണണ്ടേ. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അതെ ചേച്ചി, ഞാൻ ആഘോഷിക്കുവാണ് സുധിച്ചേട്ടൻ്റെ ബർത്ത്ഡേ. കാരണം ഞാനല്ലേ നിയമപരമായിട്ടുള്ള ഒരേ ഒരു ഭാര്യ സുധിച്ചേട്ടൻ്റെ, ഈ ഭൂമിയിൽ ഉള്ള ഒരേ ഒരു ഭാര്യ നിയമപരമായിട്ടുള്ള. അപ്പൊ പിന്നെ ഞാൻ ആഘോഷിക്കണ്ടേ. പിന്നെ സുധിച്ചേട്ടനെ അറിയിച്ചില്ല. ചേച്ചി ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ബർത്ത്ഡേ ആയിട്ട് ഇതൊന്നും ആയിട്ടില്ല, വിഷസൊന്നും അറിയിച്ചിട്ടില്ലേ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഒരു കമൻറ്റിൽ ഒരാൾ ചോദിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ രേണു ചേച്ചി കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ? അതായത് പുള്ളിക്കാരി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനല്ലേ നിയമപരമായിട്ടുള്ള ഭാര്യ. അപ്പം എനിക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് തന്നെ ഡൗട്ടാണ്, പുള്ളിക്കാരി നിയമപരമായിട്ടുള്ള ഭാര്യയാണോ, അത് ഭാര്യയാണോ എന്ന് തന്നെ ഒരു ഡൗട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അവസാനം പറഞ്ഞൊരു സാധനമുണ്ട്, ഞാൻ അറിയിച്ചിട്ടില്ല ചേച്ചി അങ്ങനെയെന്ന് അറിയിക്കാൻ. കളിയാക്കിയതാണോ അതോ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ? പരലോകത്തുള്ളൊരു മരിച്ചുപോയ ഒരാളുടെ ഒരു സംഭവമാണ്. അപ്പോൾ ആളുടെ ചെന്നറിയിക്കുക എന്ന് പറയുമ്പം ഈ പുള്ളിക്കാരി എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് കിച്ചു തുറന്നു പറഞ്ഞതോടെ രേണുവിൻ്റെ എല്ലാം ഇവിടെ അഴിഞ്ഞു വീണിരിക്കുകയാണ് ഗൈസ്. പിന്നെ അതൊക്കെ പോട്ടെ, നമ്മുടെ രേണുസുധി ബർത്ത്ഡേയുടെ കാര്യമൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതൊക്കെ പോട്ടെ. പക്ഷേ ഒരു അടിപൊളി സംഭവം നടന്നിട്ടുണ്ട് ഗൈസ്. അതായത് രേണു ഇപ്പോൾ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷനിൽ പോയി തുണി അരിഞ്ഞ് കാണിക്കുക, തുണി അഴിച്ച് കാണിക്കുക, നാക്കിട്ട് നക്കി കാണിക്കുക, അതൊക്കെയാണ് ഇപ്പോൾ പുള്ളിക്കാരി. അപ്പം പുള്ളിക്കാരിക്ക് മനസ്സിലായി മറ്റേ നാക്കിട്ട് ചുണ്ടയിൽ നക്കിയത് കുറച്ച് വൈറലായിട്ടുണ്ട്, ഇനി കുറച്ച് നാൾ അത് വെച്ച് അങ്ങ് ജീവിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ സബ്സ്ക്രിപ്ഷനിൽ അതൊക്കെയാണെന്നൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ, അതൊക്കെ പുള്ളിക്കാരിയുടെ ഇഷ്ടം. പുള്ളിക്കാരി എന്തായാലും പുള്ളിക്കാരിയുടെ മാർഗം ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കിച്ചു അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കിച്ചുവിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം എൻ്റെ ഒരു കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ബിസിനസ് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഫൈനലി സ്വന്തമായിട്ടൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് വരുന്നത് ലൂക്സി ബൈ കിച്ചു. അറിയാം ഇങ്ങനെ മാന്യമായിട്ട് ജീവിച്ച് പോകണമെന്നുള്ള കാര്യങ്ങൾ. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ആൻഡ് ഓൾസോ അതും അവൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ അവന് തുടങ്ങാൻ സാധിച്ചു. അല്ലെങ്കിൽ ആ ഒരു ഇൻട്രാക്ഷൻ നമുക്ക് അവിടെ, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ, അച്ഛനും മോനുമായിട്ടുള്ളൊരു കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ അറിയാം, ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ രേണു എന്തായാലും ഈ ഒരു മാർഗമാണ് എന്ന് പറഞ്ഞിട്ട് നെഗറ്റിവിറ്റിയിലൂടെ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റിലൂടെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം കുറച്ച് ഷോർട്ട് ഫിലിംസും അതുപോലെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ പുള്ളിക്കാർക്ക് കുറഞ്ഞ്, ഇപ്പം പഴയ പോലത്തെ സാധനം ഒന്നുമില്ല. അപ്പോൾ എന്തായാലും അവൻ ഒരു നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ, അപ്പോൾ ഒരുപാട് ആൾക്കാർ അവൻ്റെ അതായത് അമ്മയെന്ന് പറയാൻ പറ്റില്ല, പുള്ളിക്കാരീനെ ഉള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജാസി, ശ്രീലക്ഷ്മി, ഇവനൊന്നും ഇപ്പോൾ ഒന്നും പറയാനില്ലേ? എനിക്ക് അവരോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങളൊക്കെ വലിയ ഡയലോഗ്സും കാര്യങ്ങളും ഒക്കെ അടിച്ചായിരുന്നല്ലോ,
എന്തേ ഇപ്പോൾ ഒന്നും പറയാനില്ലേ? ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളുടെ കമൻറ്റ് കാണത്തില്ലായിരിക്കും. ബിക്കോസ് ഞാനിന്ന് പറയുന്ന പോലെ വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലടേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവരൊന്നും വന്ന് കാണാൻ പോകുന്നില്ല. എന്നാലും എങ്ങനെയെങ്കിലും ബൈ ചാൻസിൽ എങ്ങാനും ഇത് കാണുകയാണ്, എനിക്ക് നിങ്ങളെ കമൻറ്റ് അറിയണം. ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഒന്നും പറയാനില്ലാത്തത്, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട്. കണ്ട് പഠിക്കടേ. ആൻഡ് ഓൾസോ ഇപ്പം കിച്ചുവിന് ഇപ്പോൾ കുറേ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ ഷെയർ ചെയ്യാം. ഇന്റർനാഷണൽ ലെവലിൽ നമ്മളെ ചെക്കൻ നാടെന്ന് ഉദ്ഘാടനം ചെയ്യണം. ഇവനെ തന്നെയല്ലേ ശരിക്ക് വിളിക്കേണ്ടത്? പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഇവനെ തന്നെയാണ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ബിസിനസ് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം ഫൈനലി സ്വന്തമായിട്ടൊരു കോച്ചിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ പേര് വരുന്നത് ലൂസി ബൈ കിച്ചു. തുടങ്ങുകയാണ് എല്ലാവരും. ഷോർട്സിൽ നിങ്ങൾ കണ്ട കാര്യം കറക്റ്റാണ്. അതെ, ഇവനെ തന്നെയാണ് സുധിച്ചേട്ടനോട് ഇഷ്ടമുള്ള ആൾക്കാർ, അവരുടെ ഫാമിലിയോട് ഇഷ്ടമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സുധിച്ചേട്ടനോട് എന്തെങ്കിലും ഒരു കണക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അവരത് കിച്ചുവിന് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊരു ഏതോ ഒരു ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഉദ്ഘാടനത്തിന് പുള്ളി വന്നപ്പോൾ അവർ നിന്ന് പറഞ്ഞത് കറക്റ്റായ കാര്യമാണ്. സുധിച്ചേട്ടനെ പറിച്ചു വെച്ചിരിക്കുന്നത് കിച്ചുവാണ്. സുധിച്ചേട്ടനോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് കിച്ചുവിന് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ രേണു സുധീനെ കിച്ചുവിൻ്റെ അല്ലാതെ രേണു സുധീനെ സുധിച്ചേട്ടൻ്റെ പകരമായിട്ട് അല്ലെങ്കിൽ സുധിച്ചേട്ടനോടുള്ള സ്നേഹത്തിന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്കാരി ജസ്റ്റ് യൂസിങ് ദ നെയിം, അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. ഇപ്പം എന്തായാലും പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നിമിഷ ബിജോനെയും അവരെ പോലെയൊക്കെ പുതിയ പരിപാടി സബ്സ്ക്രിപ്ഷനിൽ തുടങ്ങിയിട്ടുണ്ട്, നാക്കിട്ട് നക്കലും പരിപാടിയും ഒക്കെ. അപ്പോൾ വേറൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതായത് കുറേ ആൾക്കാർ ചോദിച്ചു, ഇപ്പോൾ 10 പേര് വന്നാൽ അതിൽ എത്ര പേര് രേണുവിനെ പ്രപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചതിൻ്റെ അടിയിൽ വന്നിട്ട് മറ്റേ ജാൻമണി തല കറക്കുന്ന സാധനം കിച്ചു അവിടെ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കിച്ചുവിൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു നല്ല തീരുമാനമായിരുന്നു സ്വന്തം അമ്മയല്ല, ആ പുള്ളിക്കാരിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞൊരു വീഡിയോ ഇടുക എന്ന് പറയുന്നത് അവൻ്റെ ലൈഫിലെ ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം അവനെ ഓരോ ആൾക്കാരിങ്ങനെ കുറ്റം പറഞ്ഞു വന്നപ്പോൾ അവൻ തുറന്നു പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഇതുപോലെ മറ്റേ രേണുവിൻ്റെ വാലേ കിടക്കുന്ന കുറേ എണ്ണങ്ങൾ വന്ന് പറഞ്ഞെങ്കിൽ പോലും യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നത് അതുകൊണ്ടാണ്. സോ അന്ന് മുതൽ അവൻ്റെ ലൈഫിൽ നല്ല കാലം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. സോ എന്തായാലും അവൻ്റെ ക്ലോത്തിങ് ബ്രാൻഡൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ. സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതുവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.